മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് വിവാദം ഇന്ന് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മന്ത്രിസഭാ യോഗം പൂർത്തിയായിട്ടുണ്ടാവണം. അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പരിഗണനയിലുണ്ട്. ഈ റിപ്പോർട്ടാണ് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് കൊണ്ടുവരിക. LDF സർക്കാരിൻ്റെ കാലത്തെ ക്രമക്കേട് ആരോപണങ്ങളിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന ആവശ്യവും മന്ത്രിസഭാ യോഗം പരിഗണിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഉയരുന്ന ചോദ്യം സംസ്ഥാന വിജിലൻസോ അതല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയോ എന്ന ചോദ്യം കൂടിയുണ്ട്. ഇത്തരം ചില സൂചനകളിൽ കൂടി സർക്കാർ കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇവിടെ മന്ത്രി PC വിശ്വനാഥിൻ്റെ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം. മെസ്സി വിവാദത്തിൽ സർക്കാരിന് രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നുമില്ല, നിയമപരമായ അന്വേഷണം മാത്രമാണ് നടക്കുന്നത്. അർജന്റീനയേക്കാൾ മെസ്സി ആരാധകരുള്ള സംസ്ഥാനമാണ് കേരളം. അന്വേഷണത്തോട് അവർ സഹകരിച്ചാൽ മാത്രം മതിയെന്നുമാണ് PC വിശ്വനാഥ് ഇക്കാര്യത്തിൽ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. ഇല്ല, ഈ ഗവൺമെന്റ് ഇന്ന് ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയപരമായ ഇടപെടലും ഇല്ല. ഗവൺമെന്റ് ഇത് സംബന്ധിച്ച എല്ലാ അന്വേഷണവും നിയമപരമായിട്ടേ നടത്തത്തുള്ളൂ. നിയമപരമായിട്ടല്ലാതെ ഒരു കാര്യവും ചെയ്യില്ല. ഇപ്പോൾ ഒരു അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടാണ് ഈ പുതിയ ചർച്ചയ്ക്ക് കാരണമായത്. ആ റിപ്പോർട്ടിന്റെ നിയമപരമായ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കും. നിയമവിരുദ്ധമായി ആരെയും നിരോധിക്കാനോ നിയമപരമായി ഉള്ള കാര്യങ്ങളിൽ ആരെയും സംരക്ഷിക്കാനോ സർക്കാർ ശ്രമിക്കില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടവർ സഹകരിച്ചാൽ മാത്രം മതിയാകും. വേറെ വിവാദങ്ങളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അല്ല, അത്തരത്തിൽ പറയുന്നത് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ടല്ലല്ലോ ഇത്. മെസ്സി കേരളത്തിൽ കാരണം മലയാളികൾ വഞ്ചിക്കപ്പെട്ട ഒരു സംഭവമാണ് ഈ മെസ്സി എപ്പിസോഡെന്ന് പറഞ്ഞത്. കാരണം അർജന്റീനയിലുള്ളതിനേക്കാൾ കൂടുതൽ മെസ്സി ആരാധകരുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ മലയാളികൾ വഞ്ചിക്കപ്പെട്ടു എന്നൊരു ഫീലുണ്ട് അവർക്ക്. മെസ്സി വരും കേട്ടോ എന്ന് പറഞ്ഞ ആളുകളെ പറ്റിച്ചതാണ്. അപ്പൊ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു അന്വേഷണം കായിക വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ പേരിൽ നടക്കുകയാണ്. നമ്മളതിനകത്ത് വീണ്ടും ആവർത്തിക്കുന്നു, നിയമപരമായി ആയിരിക്കും അന്വേഷണം നടക്കുന്നത്. നിയമവിരുദ്ധമായി അതിലൊന്നും ഉണ്ടാകില്ല. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കട്ടെ. ഇതാണ് മന്ത്രിയുടെ വാക്കുകൾ. സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാട് ഇത് തന്നെ ആയിരിക്കുമെന്നതാണ് സർക്കാർ കേന്ദ്രങ്ങളും എടുക്കുന്ന നിലപാട്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നീക്കം. കാരണം ഇതിലെ സ്പോൺസർ ഒപ്പം തന്നെ മുൻ സർക്കാരിനെതിരെ ഉന്നയിക്കാൻ കഴിയുന്ന ആദ്യ അഴിമതി ആരോപണവും ഒപ്പം തന്നെ അന്വേഷണവുമാവും ഈ കേസിൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ മുൻ കായിക മന്ത്രിയാണ് കുരുക്കിലാവുക. ഒപ്പം സ്പോൺസറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മറുതരത്തിലുമുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കണം? ഇന്നത്തെ മന്ത്രിസഭയിൽ തന്നെ പരിഗണിക്കുമോ? അങ്ങനെയെങ്കിൽ ഏത് ഏജൻസി ആയിരിക്കും വരിക? ഒരു ഉന്നതതല അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടും എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അടക്കം വ്യക്തമാകുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് മെസ്സി വരാതിരുന്നത് പണം സമയത്ത് നൽകാതിരുന്നതിനെ തുടർന്നാണ് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അർജന്റീന ടീം പിന്മാറിയത് റിപ്പോർട്ടർ കമ്പനി പണം സമയത്ത് നൽകാതിരുന്നതിനാലാണ്. കരാർ ഒപ്പിട്ട് 3 ദിവസത്തിനകം $90 ലക്ഷം നൽകണമെന്നായിരുന്നു വ്യവസ്ഥ. രണ്ടാം ഗഡുവായി $55 ലക്ഷം 120 ദിവസത്തിനകം കൊടുക്കണമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. റിപ്പോർട്ടർ കമ്പനി പറഞ്ഞ സമയത്ത് ആദ്യ ഗഡു പണം കൈമാറിയില്ല. ഇതേ തുടർന്നാണ് മെസ്സി വരാനുണ്ടായ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം റിപ്പോർട്ടർ TVക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൈമാറിയ തുകയുടെ ഒരു സിംഹഭാഗം ഇത്ര ദിവസത്തിനകം തിരികെ നൽകുമെന്ന് കൃത്യമായി തന്നെ AFA പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ആ തുക ഡോളറായി റിപ്പോർട്ടർ TVക്ക് തിരികെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം മെസ്സിയെ കൊണ്ടുവരാം എന്ന ഒരു പ്രചാരണം നയിച്ചുകൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് നടന്നത് എന്നതാണ് ആക്ഷേപം. അതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തി കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്ത് മുഖ്യമന്ത്രി VD സതീശന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളടക്കം മന്ത്രിസഭയിൽ നിന്ന് വിശദമായി ചർച്ച ചെയ്യും. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ സമഗ്രമായ അന്വേഷണം നടത്തുന്നതിനായി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ കായിക മന്ത്രി V അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് വിശദമായി അന്വേഷിക്കുന്നതിനായി ഒരു ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കുമോ, അതോ ഇതൊരു സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ ഗണത്തിൽപ്പെടുന്ന ആരോപണമായതിനാൽ അത് കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറാൻ ശുപാർശ ചെയ്യുമോ? ഇതിൽ ഒരു വ്യക്തത അല്പസമയത്തിനകം ഉണ്ടാകും. എന്തായാലും സർക്കാർ നിയമ നടപടികളുമായി മുമ്പോട്ടാണ് എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. അന്വേഷണം നടത്തുക സർക്കാർ തലത്തിലായിരിക്കുമോ, അതോ സർക്കാരിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഏജൻസി ആയിരിക്കുമോ, അതോ കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് അന്വേഷണത്തിന് ശുപാർശ ചെയ്യുമോ? ഈ കാര്യത്തിൽ മാത്രമാണ് ഇനിയൊരു വ്യക്തത
കൈവരാനുള്ളത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിന് ശേഷം മാധ്യമങ്ങളെ കാണും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ പ്രതികരണമുണ്ടാകും. എന്തായാലും മന്ത്രിസഭാ യോഗം അല്പസമയത്തിനകം അവസാനിക്കും. യെസ്, മന്ത്രിസഭാ യോഗം ഉടൻ അവസാനിക്കും. മന്ത്രിസഭാ യോഗത്തിൽ ഇത് പരിഗണിക്കുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും നീക്കമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സർക്കാർ ഇതൊരു പ്രധാനപ്പെട്ട അന്വേഷണ നീക്കം കൂടിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ നമുക്കറിയാനാവും. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. നമുക്ക് അതിലേക്ക് വരാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.